ഹലോ ഗൈസ്, ഇന്നിപ്പോൾ നമ്മൾ ജമ്മു കാശ്മീരിലുള്ള ശ്രീനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ബസ്സിനാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. നമ്മൾ എറണാകുളം ടു കേരള ടു കാശ്മീർ എന്ന യാത്രയിൽ ഇപ്പോൾ നമ്മൾ കാശ്മീരിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ വന്നു. ശ്രീനഗറിൽ ഇവിടം വരെ നമുക്ക് ബസ് അലൗഡ് ആയിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് നമുക്ക് ട്രാവൽസുകാരുടെ ടാക്സിയിലോ മറ്റുള്ള ഏതെങ്കിലും വാഹനത്തിലായിരിക്കും നമുക്ക് വേറെ എവിടെയെങ്കിലോട്ടും നമുക്ക് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. നിലവിൽ ഇവിടുത്തെ അന്തരീക്ഷം വളരെ അടിപൊളിയാണ്, സമാധാനപരമായ രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവർക്കും അറിയാം, ഇപ്പം നിലവിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നൊരു സമയമാണിപ്പോൾ. ഇപ്പോൾ നിലവിൽ ഞങ്ങളിവിടെ വന്നിട്ട് വളരെ ശാന്തമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഓൾറെഡി ഇവിടെ ചെക്കിങ്ങിനും കാര്യത്തിനൊക്കെ പോലീസായിട്ട് കുറേ പേരുണ്ട്, പട്ടാളമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ദി ബൈക്ക് ഷോപ്പ് 100 എന്ന ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരള ടു കാശ്മീർ എന്ന യാത്രയിൽ 7ാം പാർട്ടിലോട്ടുള്ള വീഡിയോയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ 2 ദിവസം നമ്മളെന്തായാലും ഇവിടെ സ്പെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം വിശേഷങ്ങളുമായിട്ട് വരാം, വീഡിയോയിലോട്ട് വരാം. ഓക്കെ. കാശ്മീരിലോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഓൺ റോഡ് കാഴ്ചകളാണ് ഈ കാണുന്നതെല്ലാം. വളരെ നമ്മളെ അതിശയിപ്പിക്കുന്ന മലനിരകളും അരുവികളുമാണ് ഈ കാഴ്ചയിൽ കാണുന്നത്. റോഡ് വളരെ വീതി കുറഞ്ഞ റോഡാണ്. അതുപോലെ തന്നെ മലനിരകളിൽ എപ്പോൾ വേണമെങ്കിലും മണ്ണിടിയാൻ സാധ്യതയുള്ള രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ടണലുകളുണ്ട്. കിലോമീറ്ററുകളോളം നീളുന്ന ടണലുകളും ഈ വഴിയിലുണ്ട്. വളരെ അപകടം നിറഞ്ഞ റോഡുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നല്ല എക്സ്പെർട്ട് ഡ്രൈവർമാർക്ക് മാത്രമേ ഇവിടെ ഡ്രൈവിംഗ് എന്തായാലും ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്തായാലും നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ശ്യാമും അതുപോലെ തന്നെ ആഷിക്കും വളരെ കംഫർട്ടായിട്ട് തന്നെ ഞങ്ങളെ എത്തിക്കാൻ നോക്കി. അതുപോലെ തന്നെ അരുവികളുടെ ഇടയിലേക്ക് ഈ റോഡ് ഇടിഞ്ഞു കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ഭയം നമുക്ക് തോന്നും. വളരെ കംഫർട്ടായിട്ട് എന്തായാലും അവർ വണ്ടി ഓടിച്ച് നമ്മളെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഇറങ്ങി നിന്ന് ഞങ്ങൾ ഫോട്ടോസെല്ലാം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി, വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അതല്ലാത്തപ്പോൾ ഞങ്ങൾ വണ്ടിയിലിരുന്നുള്ള ഈ ഗ്ലാസിൻ്റെ സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോസ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഗ്ലാസ്സിൽ ഓൾറെഡി ഇത്തിരി ചെളിയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് വീഡിയോ ക്ലാരിറ്റി ഇത്തിരി കുറവുണ്ട്. നമ്മൾ ഇറങ്ങി നിന്ന് എടുത്തു കഴിഞ്ഞാൽ പക്കയായിട്ട് നമുക്ക് കിട്ടും. എല്ലാ സ്ഥലത്തും നമുക്ക് വണ്ടി നിർത്തിയിട്ട് നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വളരെ വീതി കുറഞ്ഞ റോഡാണ് ഇവിടെ കാണുന്നത്. ഏതൊരു മഴയത്തും ഇവിടെ റോഡ് ഇടിയൽ എന്തായാലും പതിവാണ്. നമുക്കത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ വണ്ടികളൊക്കെ താഴത്തോട്ട് പോയിട്ട് അപകടത്തിൽപ്പെട്ട് അത് ഉയർത്താൻ പോലും പറ്റാത്ത കണ്ടീഷനിൽ കിടക്കണം നമുക്ക് കാണാൻ കഴിയും. ഈ റോഡിലൂടെയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടായത് കാരണം നമുക്ക് തോന്നും കാശ്മീരിലോട്ടുള്ള യാത്രയും കാശ്മീരും ഇത്ര മോശം സ്ഥലമാണോ, അല്ലെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ ഒരു ആശങ്ക നമുക്കുണ്ടാവും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ടോപ്പിലെത്തുമ്പോഴേക്കാണ് കാശ്മീരിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളായിരിക്കും പിന്നീട് കാണുന്നത്. ഇവിടെയുള്ള എല്ലാ രീതികളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീടുകൾ, മറ്റുള്ള കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ പള്ളികൾ, കച്ചവടങ്ങൾ, മരങ്ങൾ,
എല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ വളരെ കംഫർട്ടായിട്ട് തന്നെ നമ്മൾ ശ്രീനഗറിലെ ഇപ്പം നമ്മൾ റൂം എടുത്തിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ നല്ല റൂം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി നമ്മുടെ വണ്ടി ഇനി എങ്ങോട്ടും പോവില്ല. വേറെ ട്രാവൽസുകാരുടെ വണ്ടിയിൽ വേണം ഇനി നമ്മൾ പഹൽഗാം, അതേപോലെ സോനാമർഗ്, ഗുൽമാർഗ് അങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ നമുക്ക് പോകാൻ വേണ്ടി. എന്തായാലും അതെല്ലാം ഇനിയിപ്പോൾ അടുത്ത ദിവസമേ നടക്കുകയുള്ളൂ. ഇന്നിപ്പോൾ ഞങ്ങൾ ശിക്കാരി വള്ളത്തിലൊന്ന് ഞങ്ങൾക്ക് റൈഡ് ചെയ്യണമെന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ശ്രീനഗറിൽ ഷിക്കാരി ബോട്ടിലാണ് ഞങ്ങളിപ്പോൾ കയറിയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ 5 പേർക്ക് അവർ 800 രൂപ പറഞ്ഞ് ഞങ്ങളിപ്പോൾ അതിനകത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കണ്ട ചായ കൊണ്ടുവന്ന് തന്നു. ചായക്ക് 20 രൂപ, 50 രൂപ പറഞ്ഞു. ഞങ്ങളത് 20 രൂപ ആക്കി. അല്ല അടിപൊളി നല്ല കാവയാണ്. കാവ സൂപ്പർ കാവ, നല്ല അടിപൊളിയാണ്. കണ്ടോ വള ജിമിക്കി സാധനങ്ങളൊക്കെ ആയിട്ട് വള്ളത്തെ തന്നെയാണ് ഇതിന്റെ കച്ചവടമായിട്ട് വരുന്നത്. അടിപൊളിയാണ്. ഇതുണ്ട് അടുത്ത ആള് വന്നിരിക്കുകയാണ് കേട്ടോ. ഓരോരോ ഭക്ഷണ സാധനമായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ബൈ ബൈ ഓൺലി 100 തരികല. ഇവിടെ എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ്. എല്ലാവരും വളരെ ശാന്തമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ടൂറിസ്റ്റുകൾ വളരെ കുറവായത് കാരണം എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കും. അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് കയറാനും ഒത്തിരി കച്ചവടക്കാർ തന്നെ ഞങ്ങളുടെ ചുറ്റിനും കൂടിയിരിക്കുകയാണ്. ഒരു ടീമിനോട് ഞങ്ങൾ ചായ വാങ്ങിച്ച് കുടിച്ചു. നല്ല അടിപൊളി കട്ടൻ ചായ. കട്ടൻ ചായ എന്ന് വെച്ചാൽ കാവയാണ്, കാശ്മീരി കാവ എന്നാണ് അവർ പറയണത്. നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. കുഴപ്പമില്ല. അതെ വൈഫ് ഇവിടെ ഇതുണ്ടാ, വൈഫ് ഇവിടെ ബാർഗനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്താണെന്ന് എനിക്കറിയില്ല.
അടുത്ത ആള് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടാ. Mango chat. mango chai nahi mango chat. നല്ല അടിപൊളി മാങ്കോ ഇത് കണ്ടോ, ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വന്നിരിക്കുക. ഞങ്ങള് വളഞ്ഞിട്ട് പിടിച്ചിരിക്കുക കേട്ടോ. ഇത് എന്ത് ചെയ്യുമെന്ന് ഇപ്പൊ ആകെ പ്രശ്നമായിരിക്കേ. ഐ ആം ഫ്രം കേരള. ഓക്കെ, അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ പോലും അവർ നമ്മളോടുള്ള ആ ഒരു സമീപനം വളരെ അടിപൊളിയാണ്. വളരെ സ്നേഹത്തോടു കൂടി സാധനമൊന്നും വാങ്ങിച്ചില്ലെങ്കിലും അവർ കാണാനൊക്കെ സമ്മതിക്കുന്നുണ്ട്. അവർ വളരെ ഇതായിട്ട് സാമ്പിളൊക്കെ അതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് തരാം, പൈസ വേണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. 200 rupees. Family pack. 200 rupees. നല്ല സ്നേഹത്തോടു കൂടിയാണ് അവർ വരുന്നത് കേട്ടോ. പോസ്റ്റ് ഓഫീസ് ഇറ്റ്സ് ഫാർ ഫ്രം ഹിയർ. ഇറ്റ്സ് ഫാർ ഫ്രം ഹിയർ. ഇവിടുന്ന് ദൂരെയാണ്. नहीं चाहिए. No. If you want to see floating post office, you have to go for 2 hour ride. 2 hour ride. Yeah. Then you can see floating post office. You have only 1 hour ride. That's why you can't see floating post office. മൊബൈലിൽ നോളോട് ചളി പോകട്ടോ. അതിന്റെ കൂടെ പുള്ളി करो टेस्ट ऐसा बढ़िया है. करो टेस्ट. ഇതാണ് ഇവിടുത്തെ മീന ബസാർ കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് മീന ബസാറാന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇവിടെ ഇഷ്ടം പോലെ ഡ്രസ്സ് മറ്റുള്ള കാര്യങ്ങളെല്ലാം കച്ചവടത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല അടിപൊളിയാണ്. ഇവിടുത്തെ മീന ബസാറാണ്. കേറിയപ്പോ നല്ല എന്താണ് പറയുന്നത്, വെയിലായിരുന്നു. ഇപ്പൊ തണുപ്പ്. അപ്പോൾ കാശ്മീരിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.